നമസ്കാരം, എല്ലാവർക്കും V2PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ് ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3. ഈ 3 ദൗത്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഇടയ്ക്കായിട്ട് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ചാന്ദ്രയാൻ 1നെ കുറിച്ചും 2നെ കുറിച്ചും 3നെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. നമ്മൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് ഓർത്ത് വെക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ നോട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നോട്ട് വേണ്ടവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ് ഈ ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3. ഈ 3 ചാന്ദ്രയാൻ ദൗത്യങ്ങളുടെ കോമൺ ആയൊരു കാര്യമാണ് ഇത് വിക്ഷേപിച്ച സ്ഥലം. അത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഈ ചാന്ദ്രയാൻ ദൗത്യങ്ങളെല്ലാം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഇനി ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22-നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒക്ടോബർ 22, സെക്കൻഡ് ജൂലൈ 22, അത് 2022-ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. അപ്പോൾ ഫസ്റ്റത്തെ 2008, രണ്ടാമത്തെ 2019, മൂന്നാമത്തെ 2023. ഇനി ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 1നെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിക്ഷേപിച്ച ഞാൻ പറഞ്ഞു 2008 ഒക്ടോബർ 22-നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്, അതായത് വിക്ഷേപണ വാഹനം. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര് PSLV-C11 ആണ്. അതായത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C11 ആണ് ഈ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം. ഇതിൻ്റെ മൊത്തം ഭാരം ഉണ്ടായിരുന്നത് 1380 കിലോഗ്രാം ആയിരുന്നു. മൊത്തം ചെലവ് വന്നത് 386 കോടി. അപ്പോൾ PSLV-C11 ആണ് വിക്ഷേപണ വാഹനം. ഭാരം 1380, ചെലവായ മൊത്തം തുക 386 കോടി. ഈ 2008 ഒക്ടോബർ 22-ന് വിക്ഷേപിച്ച ചാന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8-നാണ്. ഇത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14-ന്. ഈ 3 വർഷങ്ങളും പഠിക്കുക. അതായത് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-ന്, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8-ന്. ഇനി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14-ന്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ പേടകമാണ് ഈ ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ വിക്ഷേപണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം റഷ്യയാണ്. അപ്പോൾ ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് റഷ്യയാണ്. ഇനി ഈ ചാന്ദ്രയാൻ 1 ഞാൻ പറഞ്ഞു ഇടിച്ചിറങ്ങിയതാണെന്ന്, അതായത് ക്രാഷ് ലാൻഡ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ജവഹർ പോയിൻ്റ് എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ നവംബർ 14-നാണ് അത് ഇടിച്ചിറങ്ങിയത് ഞാൻ പറഞ്ഞു 2008-ൽ. അപ്പോൾ ഈ നവംബർ 14 നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ അത് ഇടിച്ചിറങ്ങിയതുകൊണ്ട് ജവഹർ പോയിൻ്റ് എന്നാണ് ആ ക്രാഷ് ലാൻഡ് ചെയ്ത പ്രദേശത്തിന് അറിയപ്പെടുന്നത്. ഇനി ഈ ചാന്ദ്രയാൻ 1ൻ്റെ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 28-നാണ്. 2009 ഓഗസ്റ്റ് 28-ന് ചാന്ദ്രയാൻ 1ൻ്റെ പ്രവർത്തനം നിലച്ചു. ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ചാന്ദ്രദൗത്യത്തിന് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി ആയിരുന്ന AB വാജ്പേയി ആണ്. അപ്പോൾ ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി AB വാജ്പേയി. ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. അപ്പോൾ ചാന്ദ്രയാൻ വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ G മാധവൻ നായർ. ഇനി ഈ സമയത്ത് തന്നെ പ്രൊജക്റ്റ് ഡയറക്ടർ അത് അണ്ണാദുരൈ. ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് ഡയറക്ടർ അണ്ണാദുരൈ.
അപ്പോൾ ഇത്രയാണ് ചാന്ദ്രയാൻ 1 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി ചാന്ദ്രയാൻ 2 കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ 2. ഈ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം, ഈ ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനമാണ് GSLV Mark 3 M1. എന്താണ് GSLV Mark 3 M1? ISROയുടെ ബാഹുബലി എന്നാണ് ഈ വിക്ഷേപണ വാഹനത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV Mark 3 M1. ഇനി ചാന്ദ്രയാൻ 2 ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ചാന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ഈ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അപ്പോൾ ആദ്യം പോയ ചാന്ദ്രയാൻ 1 അവിടെ ദക്ഷിണ ധ്രുവത്തിൽ ഐസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അപ്പോൾ എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22. ഇനി ചാന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേര്, അതാണ് വിക്രം. ചാന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ഇനി ചാന്ദ്രയാൻ 2 റോവറിൻ്റെ പേര്, അത് പ്രഖ്യാൻ. അപ്പോൾ ലാൻഡർ വിക്രമും റോവർ പ്രഖ്യാനും. ചാന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം, അതാണ് തിരങ്ക. ചാന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് തിരങ്ക. ഇനി 2019 ഓഗസ്റ്റ് 20 ചാന്ദ്രയാൻ 2 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത്. അപ്പോൾ 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2019 ഓഗസ്റ്റ് 20. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ഇനി ആ സമയത്തെ, അതായത് ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്ന സമയത്തെ ISRO ചെയർമാൻ K. ശിവൻ. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ K. ശിവൻ. ഈ ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ഋതു കരിദാൽ ശ്രീവാസ്തവ. അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത, ISRO ചെയർമാൻ K. ശിവൻ, ഇനി മിഷൻ ഡയറക്ടർ ഋതു കരിദാൽ ശ്രീവാസ്തവ. ഈ 2019 സെപ്റ്റംബർ 7 ചന്ദ്രൻ്റെ 2 കിലോമീറ്റർ അടുത്തുവരെ എത്തിയ ചാന്ദ്രയാൻ 2 മുൻപ് നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നി മാറുകയും അതിൻ്റെ വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതു മൂലവും ഈ ചാന്ദ്രയാൻ 2 ദൗത്യം പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ചാന്ദ്രയാൻ 2 പരാജയപ്പെട്ടതിന് കാരണം? അത് ഏകദേശം ചന്ദ്രൻ്റെ 2 കിലോമീറ്റർ അടുത്ത് വരെയുള്ള മുൻ നിശ്ചയിച്ച പാതയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സിഗ്നൽ, വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും അതിൻ്റെ പാതയിൽ നിന്ന് അത് തെന്നി മാറുകയും ചെയ്തതുകൊണ്ടാണ് ഇതിന് പരാജയം ഉണ്ടായത്. അടുത്ത ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യം, അതാണ് ചാന്ദ്രയാൻ 3. ഈ ചാന്ദ്രയാൻ 3 ഒരു പരാജയപ്പെടാനുള്ള സാധ്യതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമായിരുന്നു. അതായത് ഫെയിലിയർ ബേസ്ഡ് ഡിസൈൻ. അത് എന്ത് പരാജയപ്പെട്ടത് മൂലമാണ്? ചാന്ദ്രയാൻ 2 പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് അതിനെ ഒരു പരാജയപ്പെടാനുള്ള സാധ്യതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഫെയിലിയർ ബേസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. അപ്പോൾ ചാന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം LVM-3 M4. ഈ ചാന്ദ്രയാൻ 3 മൊത്തം ഭാരം 3895 കിലോഗ്രാമാണ്. 3895 കിലോഗ്രാം ആയിരുന്നു ചാന്ദ്രയാൻ 3 മൊത്തം ഭാരം. 2023 ഓഗസ്റ്റ് 5 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചാന്ദ്രയാൻ 3 എത്തിച്ചേർന്നു. അപ്പോൾ ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2023 ഓഗസ്റ്റ് 5 ഈ സമയത്ത് ISROയ്ക്ക് ഈ ചാന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു. അതാണ്, ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു.
അപ്പോൾ ഈ ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2023 ഓഗസ്റ്റ് 5-നാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഈ ചാന്ദ്രയാൻ 3-ൽ നിന്ന് ISROയ്ക്ക് എത്തിച്ചേർന്നൊരു സന്ദേശമാണ്, ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. 41 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഈ ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. അപ്പോൾ ആ വേർഡ് ഒന്ന് ശ്രദ്ധിക്കണം. സോഫ്റ്റ് ലാൻഡിങ് ആണ് ഈ ചാന്ദ്രയാൻ 3 ചെയ്തത്. അപ്പം ഞാൻ മുമ്പ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ചാന്ദ്രയാൻ 1 ഇടിച്ചിറക്കിയതാണെന്ന്, അതായത് ക്രഷ് ലാൻഡ് ചെയ്തതാണെന്ന്. പക്ഷേ ഈ ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡാണ് ചെയ്തത്. അതങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ബഹിരാകാശ പേടകം ഇറങ്ങുന്ന ആദ്യ രാജ്യം എന്ന പദവി ഇന്ത്യ കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ചന്ദ്രൻ്റെ പല സൈഡുകളിലും പല ഭാഗങ്ങളിലും മറ്റ് രാജ്യത്തിൻ്റെ പേടകങ്ങളെല്ലാം ഈ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഒരു പേടകം സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത രാജ്യം എന്ന പദവി ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ചാന്ദ്രയാൻ 3 ദൗത്യത്തോട്. 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ഈ ചാന്ദ്രയാൻ 3 ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2023 ഓഗസ്റ്റ് 23 ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സമയത്ത് ചന്ദ്രയാൻ 3-ൽ നിന്ന് ISROയ്ക്ക് ഒരു സന്ദേശം ലഭിച്ചു. അതാണ്, ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഇങ്ങനെ ഒരു സന്ദേശമാണ് ഈ ചാന്ദ്രയാൻ 3 പേടകം ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശം. ഇതോടുകൂടി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിലല്ല, മൊത്തത്തിലാണ് പറഞ്ഞപ്പോൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അപ്പോൾ അതിന് മുമ്പ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1966 റഷ്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അതേ വർഷം തന്നെ 1966 USA ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. പിന്നീട് 2013 ചൈന ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അതിനുശേഷം 2023 ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ അത് ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാൻസീനസ് സി, സിം, പോലിസസ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ കറക്റ്റ് പ്ലേസ് ചോദിക്കുന്നതാണെങ്കിൽ മാത്രമാണ് ഈ മാൻസീനസ് സി, സിം, പോലിസസ് 2 ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലത്തിൽ ചെയ്തു എന്ന് പറയുന്നു. ഇനി ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിനെ അറിയപ്പെടുന്ന പേര്, അതാണ് ശിവശക്തി പോയിൻ്റ്. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിൻ്റ്. ഇതേപോലെ മറ്റൊരു പോയിൻ്റ് നമ്മൾ ചാന്ദ്രയാൻ 1 പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതായത് ചാന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങിയ സ്ഥലം, അതാണ് ജവഹർ പോയിൻ്റ്. അത് നമ്മൾ പറഞ്ഞ് നവംബർ 14 ആയതുകൊണ്ട് 2008 നവംബർ 14 ആയതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് അതിന് ജവഹർ പോയിൻ്റ് എന്ന് പേര് വന്നതെന്നും. അതേപോലെ തന്നെ ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിൻ്റ്. ഇനി ഈ ശിവശക്തി പോയിൻ്റ് എന്ന പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ശിവശക്തി പോയിൻ്റ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞാൻ പറഞ്ഞു സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04. അന്ന്, അതായത് 2023 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. അപ്പോൾ ഇനി അതൊന്ന് പഠിച്ചു വെക്കുക. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ചാന്ദ്രയാൻ 3 ഒരു ഫെയിലിയർ ബേസ്ഡ് ഡിസൈൻ ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തേത്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. മൂന്നാമത്തേത്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. എന്നീ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളായിരുന്നു ചാന്ദ്രയാൻ 3 ഉണ്ടായിരുന്നത്. ഇനി ഈ ചാന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര്, അതാണ് വിക്രം. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ധൈര്യത്തെ കാണിക്കാനാണ് ഈ വിക്രം എന്ന പേര് നൽകിയത്. അപ്പോൾ ചാന്ദ്രയാൻ 3 ലാൻഡർ വിക്രം.
ഇനി ചാന്ദ്രയാൻ 3ൻ്റെ റോവറിൻ്റെ പേര് അതാണ് പ്രഖ്യാൻ, ജ്ഞാനം. ലാൻഡർ വിക്രം, റോവർ പ്രഖ്യാൻ. ഇനി ചാന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ്. അത് പറയുന്നത് ഈ ചന്ദ്രനിലുള്ള മണ്ണും ഈ നാമക്കലിലെ മണ്ണും ഏകദേശം ഒരുപോലെയാണെന്നാണ് പറയുന്നത്. ആ പ്രദേശം തമിഴ്നാട്ടിലെ നാമക്കലാണ്. അതങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് GK പാർട്ടിൽ. ഈ ചാന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയ സ്ഥലം തമിഴ്നാട്ടിലെ നാമക്കൽ. ഇനി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പേരുകൾ പഠിക്കാം. ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്തെ ISRO ചെയർമാൻ S സോമനാഥ്. ഇതേ സമയത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഇനി ചാന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അതേപോലെ ചാന്ദ്രയാൻ 3ൻ്റെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പന. ചാന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ഇത്രയും ആൾക്കാരുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. ഇത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ ചോദിക്കും. ISRO ചെയർമാൻ S സോമനാഥ്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ, പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ, ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പന, മിഷൻ ഡയറക്ടർ മോഹനകുമാർ. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡറായിരുന്ന വിക്രമിന് 3 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ പേലോഡുകളുടെ ഉപയോഗം എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ചാന്ദ്രയാൻ 3ൻ്റെ റോവർ പ്രഖ്യാൻ എന്ന് പറഞ്ഞു. ഇതിനും 2 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഇതും എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നല്ല ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, കാര്യം മനസ്സിലാവാൻ മാത്രം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊത്തത്തിൽ ഈ ചാന്ദ്രയാൻ 1, 2, 3നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം PSC ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചെല്ലാം കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.